നൈക്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ അധികം ആൾക്കാരുടെ മൈൻഡൊക്കെ എന്താ വരിക? $1 ബില്യൺ ബ്രാൻഡ്, വേൾഡ് ക്ലാസ് അത്ലീറ്റ്സ്, ക്രിസ്ത്യാനോ റൊണാൾഡോ, ലെബ്രോൺ ജെയിംസ്, മൈക്കിൾ ജോർഡൻ, എംബപ്പെ, ഹാളണ്ട്. ഒരു ഇൻസ്പിറേഷന്, ഒരു പ്രീമിയം സ്പോർട്സ് ബ്രാൻഡ്, ഒരു ഫീലിംഗ്. പക്ഷെ എത്ര ആൾക്കാർക്ക് അറിയാം ഒരു 24 വയസ്സുള്ള ഷൈ ആയിട്ടുള്ള, ഇൻട്രോവേർട്ടർ ആയിട്ടുള്ള, സ്കിന്നി ആയിട്ടുള്ള അക്കൗണ്ടൻറ്റ് പാർട്ട് ടൈം ആയിട്ട് ജാപ്പനീസ് ഷൂവ് മറ്റ് ട്രാക്ക് മീറ്റിലൊക്കെ പോയി കണ്ട് തൻ്റെ കാറിൻ്റെ ട്രങ്കിലിട്ടാണ്ട് സെല്ല് ചെയ്ത് കണ്ടാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. ഈ കഥ തുടങ്ങുന്നത് 1962 ഫിൽ നൈറ്റ് സ്റ്റാൻഫോർഡ് ബിസിനസ് സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഇനി എന്നറിയാതെ അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ്. അപ്പോഴാണ് ഓൻ്റെ മൈൻഡിക്ക് ഓൻ പണ്ട് ആ ഒരു ബിസിനസ് സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിൽ ഓൻ പ്രസൻറ്റ് ചെയ്തതിന് ഒരു ക്രേസി ഐഡിയ ഉണ്ടായിരുന്നു. ആ ഐഡിയ വീണ്ടും മനസ്സിലേക്ക് വരുന്നത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ജാപ്പനീസ് റണ്ണിങ് ഷൂസ് അമേരിക്കയിൽ കൊടുന്നാണ്ട് അമേരിക്കൻ റണ്ണേഴ്സിന് സെല്ല് ചെയ്യാം. ഓൾറെഡി അമേരിക്കൻ മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്തിരുന്നത് ജർമ്മൻ ബ്രാൻഡുകളായിട്ടുള്ള അഡിഡാസും പ്യൂമൊക്കെയാണ്. അപ്പോൾ ഓരടിക്ക് ഓർക്കൊരു കോമ്പറ്റീഷനായിട്ട് ജപ്പാൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പും ഓലെ ക്രിയേറ്റിവിറ്റിയൊക്കെ അടങ്ങുന്ന ജാപ്പനീസ് റണ്ണിങ് ഷൂസ് ഇങ്ങോട്ട് കൊടുന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഫില്ലിനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബിസിനസ് പെർസ്യൂ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഓൻ ആദ്യം എന്ത് തീരുമാനിക്കുകയാണ്? പല രാജ്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് ഒരു വേൾഡ് ട്രിപ്പ് നടത്താൻ വേണ്ടി തീരുമാനിക്കണം, ഒരുപാട് എക്സ്പീരിയൻസുകൾ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഫിൽ എന്ത് ചെയ്യാണ്? ഫില്ലിൻ്റെ ഫാദറിനോട് പോയി പറയാണ്, എനിക്കിങ്ങനെ പല രാജ്യങ്ങൾ കാണണം, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണം, എന്നിട്ട് എനിക്കിങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഷൂസ് സെല്ല് ചെയ്യുന്ന, റണ്ണിങ് ഷൂസ് ഇമ്പോർട്ട് ചെയ്താണ്ട് ഇവിടെ കൊടുന്ന് സെല്ല് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവൻ്റെ ഫാദർ ആ ബിസിനസ് ഐഡിയയിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും രാജ്യങ്ങളൊക്കെ കാണുന്നത് നല്ലതാണ്, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണം, അതുകൊണ്ട് തന്നെ ഓനക്ക് അതിനുള്ള അപ്രൂവലും കൊടുത്തു, അതിനുള്ള ഫണ്ട് തരാമെന്നും പറഞ്ഞു. അപ്പോൾ ഫില്ല് ഓൻ്റെ ഫ്രണ്ട് കാർട്ടറിൻ്റെ കൂടെയാണ് ഈ ട്രിപ്പ് പോകാൻ തീരുമാനിക്കുന്നത്. ഒരു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹവായി ആണ്. അപ്പോൾ ഹവായിൽ ചെന്നപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബീച്ചും അവിടുത്തെ എൻവയറമെൻറ്റൊക്കെ ബൽക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ അവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്ത് വേണം? അവൻ്റെ ഫാദർ തരുന്ന പൈസ പോരാ, അവിടെ കുറച്ച് എക്സ്പെൻസുകൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാണ്? അവിടെ എൻസൈക്ലോപീഡിയാസ് ഡോർ ടു ഡോർ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഇങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ സെല്ല് ചെയ്യുമല്ലോ, അത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തു, എൻസൈക്ലോപീഡിയ സെല്ല് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതൊരു നല്ല രീതിക്ക് എത്തിയില്ല, ഫെയിലായി, അട്ടർലി ഫെയിലായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് എന്ത് ചെയ്യാണ്? ഈ സെക്യൂരിറ്റീസൊക്കെ ഉണ്ടല്ലോ, ഷെയർസും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്യാണ്. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. പക്ഷേ ഫില്ല് എന്ത് ചെയ്യാണ്? ഫില്ല് പിന്നീട് തീരുമാനിക്കുകയാണ്, ഇപ്പം ഇങ്ങനെ ഹവായിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഓൻ വന്നത്, ഓനക്ക് പല രാജ്യങ്ങളും കാണണം, ഓൻ്റെ ബിസിനസ് തുടങ്ങണം. അപ്പോൾ ആ ഒരു ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ കാർട്ടർ എന്താ പറഞ്ഞു വെച്ചാൽ ഓനക്ക് അവിടെ ഒരു കുട്ടി സെറ്റ് ചെയ്യണേ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എങ്ങോട്ട് വരുന്നില്ല, ഞാൻ ഹവായി തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫില്ല് ഒറ്റയ്ക്ക് ഇനി ബാക്കിയുള്ള ജേണി കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഹവായി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് വരുന്നത് ജപ്പാനിലെ കോബ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഫില്ല് അവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം ഓൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ഒരു ഷൂ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒനിറ്റ്സുക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്. ഈ സ്പോർട്സ് ഷൂസ്, റണ്ണിങ്ങിന്, ഡിസ്കസ് ത്രോക്ക്, ജമ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഷൂസുകൾ ഉണ്ടാക്കുന്ന, മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഫില്ല ആ കമ്പനിക്ക് പോയിട്ട് ഓലെ ഷൂകളും ഓലെ മോഡൽസൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ അതിലുള്ള ഒരു മോഡലാണ് ഓനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ടൈഗർ ഷൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ഇമേജ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം അടുത്ത് നമ്മൾ ഈ ഒരു കുറച്ച് റീസെൻറ്റ് ഇയേഴ്സിൽ ഇപ്പോൾ ട്രെൻഡ് ആയിരുന്ന ഒരു മോഡലാണത്. അത് ആക്ച്വലി നമ്മളെ നൈക്കീൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള റണ്ണിങ് ഷൂസാണ്. നൈക്കി എന്നുള്ള പേരിലല്ല എങ്കിലും ഫസ്റ്റ് ഓല് സെല്ല് ചെയ്തിരുന്ന, അമേരിക്കയിൽ സെല്ല് ചെയ്തിരുന്ന റണ്ണിങ് ഷൂസാണ് ഈ ഒരു ടൈഗർ എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഇവൻ എന്ത് ചെയ്യാണ്? ഇനി ഇവരെ കോൺഫറൻസ് റൂമിൽ ഇരുന്നാണ്ട് ഈ ഒനിറ്റ്സുക്ക എക്സിക്യൂട്ടീവ്സ്, അവിടുത്തെ ജാപ്പനീസ് എക്സിക്യൂട്ടീവ്സിനോട് ഇവൻ്റെ ഐഡിയ പിച്ച് ചെയ്യാണ്. ഓൻ ആ കോളേജിൽ സ്റ്റാൻഫോർഡിൽ എങ്ങനെയാണോ പിച്ച് ചെയ്തതിന് അതേപോലെ തന്നെയാണ് ഇവരോട് പറയുന്നത്. അപ്പോൾ ഓനിങ്ങനെ ഓലോട് പ്ലാൻ പറയാണ്, ജപ്പാനിൽ നിന്ന് ഇങ്ങനെ റണ്ണിങ് ഷൂസ് ഇമ്പോർട്ട് ചെയ്താണ്ട് അമേരിക്കയിൽ സെല്ല് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആരുമില്ല, ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്, $1 ബില്യൺ ബിസിനസ്സാണ്, ഇതാണ് നല്ല പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇവർ അവനോട് ചോദിച്ചു, ഈ ഏത് കമ്പനിയാണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. കമ്പനി പോയിട്ട് ഒരു പെട്ടിപ്പീടിയ പോലും ഫില്ലിനില്ല. ഫില്ല് ആ ഒരു ഐഡിയ വെച്ചാണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഓനൊന്ന് സ്റ്റക്കായി. എന്നിട്ട് പിന്നെ ആലോചിച്ചപ്പോഴാണ് അവൻ്റെ വീട്ടിൽ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ റണ്ണിങ്ങിലും മറ്റ് സ്പോർട്സിലൊക്കെ സമ്മാനം കിട്ടുമ്പോൾ, പ്രൈസ് അടിക്കുമ്പോൾ അതിൽ ബ്ലൂ റിബൺ ഉണ്ടാവലുണ്ട്, അതായത് കപ്പുമ്മലാണെന്നുണ്ടെങ്കിൽ മെഡൽമലാണെങ്കിലൊക്കെ. അപ്പോൾ ആ ഒരു വിക്ടറിൻ്റെയും സ്പോർട്സിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് പെട്ടെന്ന് ഓനെ മൈൻഡിലേക്ക് വന്നത് ആ വീട്ടിലുള്ള ബ്ലൂ റിബണാണ്. അപ്പോൾ പെട്ടെന്ന് ഓരോട് ഓനെന്ത് പറഞ്ഞു? ബ്ലൂ റിബൺ സ്പോർട്സ് ആണ് എൻ്റെ കമ്പനി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ജാപ്പനീസ് എക്സിക്യൂട്ടീവ്സൊക്കെ ഭയങ്കര രീതിയിൽ ഇംപ്രസ്ഡ് ആയി. ബ്ലൂ റിബൺ എന്നൊക്കെ പറഞ്ഞാണ്ട് വലിയ അമേരിക്കൻ കമ്പനി, അപ്പോൾ ഇവർ ഇനി നമ്മളെ ഷൂ സെല്ല് ചെയ്യല്ലോ എന്നുള്ള രീതിയിൽ ഓല് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ഓല് എഗ്രി ചെയ്തു, ഷൂ സെല്ല് ചെയ്യാം, ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റ് റെഡിയാക്കി. ആദ്യത്തെ ഓർഡറായിട്ട് സാമ്പിളായിട്ട് 12 പെയർ ഷൂസാണ് നമ്മളെ ഫില്ല് ഓർഡർ ചെയ്തത് $50. അപ്പോൾ ആ ഒരു $50 ഓൻ്റെ കയ്യിലില്ല. ഓൻ്റെ ഫാദറിനോട് വയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒനിറ്റ്സുക്കാൻ്റെ അടുത്ത് ഈ ഓർഡർ കൊടുത്താണ്ട് ഓൻ്റെ ജേർണി കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ ശേഷം ഫില്ല് ഇന്ത്യക്ക് വന്നിട്ടുണ്ട്, ഏഷ്യയിലുള്ള മറ്റ് പല രാജ്യങ്ങൾക്കും പോയിട്ടുണ്ട്, അതുപോലെ ഈജിപ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കണം,
പല കൺട്രീസും വിസിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത്. അതേസമയം ഓന് കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസുകളും വിസിറ്റ് ചെയ്തിരുന്നു. അതിലൊരു പ്ലേസാണ് അഥേന നൈക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് ഗോഡസ് ഓഫ് വിക്ടറി. അതിൻ്റെ ടെമ്പിൾ ഓൻ വിസിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും നൈക്കി എന്നുള്ള പേര് വരുന്നത്. ആ പേരെങ്ങനെ വന്നതെന്നുള്ളത് ഞാൻ കുറച്ചായിട്ട് പറഞ്ഞുതരാം. അപ്പം അങ്ങനെ താടി മുടിയൊക്കെ വളർത്തി വലിയ വേൾഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് ഫില്ല്. ഓൻ വീട്ടിലേക്ക് എത്തിയിട്ടും ഓൻ്റെ ഷൂ അവിടെ എത്തിയിട്ടില്ല. ഏകദേശം ഓർഡർ കൊടുത്തിട്ട് ഒരു കൊല്ലത്തിൻ്റെ മേളിലായിട്ടാണ് പിന്നീട് ആ ഷൂ വരുന്നത്. 12 പെയർ ടൈഗർ ഷൂസ്. അതിൽ ഫസ്റ്റ് പെയർ തന്നെ ഓൻ്റെ മദറാണ് വാങ്ങുന്നത്, ഒരു എൻകറേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ. പിന്നീട് ഫില്ല് എന്ത് ചെയ്തു, ഈ ഒരു ബാക്കിയുള്ള പെയേഴ്സ് ട്രാക്ക് മീറ്റിലൊക്കെ കൊണ്ടുപോയിക്കാണ്ട്, ഇങ്ങനെ അത്ലറ്റിക് മീറ്റുകളൊക്കെ നടക്കുമല്ലോ, അവിടെ കൊണ്ടുപോയിക്കാണ്ട് അത്ലറ്റ്സിന് സെല്ല് ചെയ്തു. ഓൻ്റെ കാറിൽ ഇട്ടുകൊണ്ടാണ് സെല്ല് ചെയ്യണത്. പിന്നീട് ഫില്ല് എന്ത് തീരുമാനിക്കണം, ഇപ്പോൾ സാമ്പിൾ ഷൂസ് ഓക്കെയാണ്, നല്ല മോഡലാണ്, ക്വാളിറ്റി ഉണ്ട്, അത്ലറ്റ്സിന് സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ പെയറുകൾ ഓർഡർ ചെയ്യണം. അങ്ങനെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഓനെ കൊണ്ട് താങ്ങൂല. അപ്പോൾ ഓൻ എന്ത് ചെയ്യണം, ഓൻ പണ്ട് ഹൈസ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ടൈമിൽ ഓനക്കൊരു കോച്ച് ഉണ്ടായിരുന്നു റണ്ണിങ്ങിൻ്റെ. ഫില്ല് റണ്ണറാണ്, മീറ്റിലും കാര്യങ്ങളൊക്കെ പങ്കെടുത്തിക്കണ്, വലിയ ലെവൽക്കൊന്നും എത്തിയിട്ടില്ല, പക്ഷേ ഉള്ളിൽ നല്ല രീതിയിൽ പാഷനുള്ള ആളാണ്. അപ്പോൾ ഓൻ ഹൈസ്കൂളിലൊക്കെ പഠിച്ച ടൈമിൽ ഓനെ കോച്ച് ചെയ്തിരുന്ന ബിൽ ബോവർമാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോച്ചുണ്ട്. മൂപ്പര് പറഞ്ഞ ഒരു ഇവനെ പോലെ തന്നെ ഒരു പിരാന്തനാണ്, ഒരു ക്രൈസി ആയിട്ടുള്ള എന്താ പറയുക, ഒരു സയൻറ്റിസ്റ്റാണ്, കോച്ചിൻ്റെ ബോഡിയിലുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്താ ചെയ്യുക വെച്ചാൽ പല റണ്ണിങ് ഷൂ ഒക്കെ എടുത്താണ്ട് അതിൻ്റെ സോളൊക്കെ കട്ട് ചെയ്താണ്ട് വേറെ ഷൂ, നല്ല സ്പോഞ്ചുള്ള ഷൂവിൻ്റെ ഒക്കെ സോൾ വെച്ചാണ്ട് ഫിക്സ് ചെയ്താണ്ട് അത്ലറ്റ്സിന് കൊടുക്കും, കൂടുതൽ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അതേപോലെ അത്ലറ്റ്സിന് ഓരോ ഡ്രിങ്ക്, ഓരോ പോർഷൻസ് ഒക്കെ ഉണ്ടാക്കിയാണ്ട് ഓലെ കൊണ്ട് കുടിപ്പിച്ചു, ഓലെ സ്റ്റാമിന കൂടാനും എനർജി കൂടാനൊക്കെ. അങ്ങനെ ഫില്ല് എന്ത് ചെയ്യാണ്, ഈ ബോവർമാൻ്റെ കൂടെ പാർട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യാണ്. പിന്നീട് ഷൂകൾ കൂടുതൽ പേയേഴ്സുകൾ ഓർഡർ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം 12 പേർ സാമ്പിളായി കണ്ടെടുത്തു, പിന്നെ 100, 300, 400 അങ്ങനെ വലിയ വലിയ ഓർഡറുകളൊക്കെ എടുക്കുമ്പോൾ ഫില്ല് ആ ഒരു ടൈമിൽ CPA ആണ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻ്റ് ആണ്. പ്രൈസ് വാട്ടർ ഹൗസ് എന്ന് പറഞ്ഞൊരു ഫേമിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവനക്ക് ഒഴിവ് കിട്ടുന്ന പാർട്ട് ടൈമിലാണ് ഈ സെയിൽസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ആ ഒരു തുടക്കത്തിൽ ബ്ലൂ റിബൺ സ്പോർട്സ് ആയിരുന്ന ടൈമിൽ ഫില്ല് ഹയർ ചെയ്യുന്ന ഓൻ്റെ എംപ്ലോയീസ്, ഫസ്റ്റ് സ്റ്റാഫുകളൊക്കെ ഒരിക്കലും ക്വാളിഫിക്കേഷൻസ് നോക്കിയിട്ടോ റെസ്യൂമേ നോക്കിയിട്ടോ ഒന്നല്ല ചെയ്യുന്നത്. പകരം ഓൻ്റെ അതേ വിഷൻ ഷെയർ ചെയ്യുന്ന, ഏകദേശം നമ്മളതേ വൈബിൽ പോകുന്ന റണ്ണേഴ്സ്, അല്ലെങ്കിൽ സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഓൾറെഡി ബോവർമാൻ്റെ കീഴിൽ ട്രെയിൻ ചെയ്ത ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരെയാണ് ഓൻ എടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ഫില്ല് പാർട്ട് ടൈം ആയിട്ടാണ് ഇത് സെല് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓൻ്റെ എക്സ്പെൻസും ജീവിതവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓന് മെയിനായിട്ട് ആ ഒരു അക്കൗണ്ടിങ് ജോബാണ് ഓനക്കുള്ളത്. ഇതൊരു സൈഡ് ഹസിൽ പോലെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഫില്ല് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു 100 പേരാണ് ഓർഡർ ചെയ്തതെന്നുണ്ടെങ്കിൽ അടുത്തതോ 200 ഓർഡർ ചെയ്യും, പിന്നെ 300 ഓർഡർ ചെയ്യും, പിന്നെ 400 ഓർഡർ ചെയ്യും. അങ്ങനെ ഓരോ കൊല്ലും സെയിൽസ് ഡബിളായി പോവാണ്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം 10-20 വർഷത്തോളം വലിയ രീതിയിൽ പ്രോഫിറ്റോ കൈക്ക് പൈസ എടുക്കാനൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്താണ് പോകുന്നത്. അതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഫില്ലിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി എത്രത്തോളം ഗ്രോ ചെയ്യുന്നുണ്ട്, സെയിൽസ് എത്രത്തോളം മുകളിലേക്ക് പോകുന്നുണ്ട്, അത്രയും നല്ലതാണ് എന്നാണ്. ഇപ്പോൾ ഈ അക്കൗണ്ട്സ് പഠിക്കണവർക്കൊക്കെ അറിയുണ്ടാവും, നമ്മളെ ബിസിനസ്സിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു സംഭവം വേണം. ഇപ്പോൾ നമ്മളെ ബാലൻസ് ഷീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ അസറ്റ്സ് ഉണ്ടാവും, ഒരു സൈഡിൽ ലയബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലും കൂടി ഉണ്ടെങ്കിലേ സംഭവം ബാലൻസ് ഷീറ്റ് ബാലൻസ് ആവുള്ളൂ. അപ്പോൾ നമ്മളെ ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് ബിസിനസ്സിൽ വെക്കണം. പക്ഷേ ഫില്ല് എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് ചെയ്യുക. ഇപ്പോൾ ഒരു 100 പേർ വിറ്റുകൊണ്ടുള്ള പൈസ കിട്ടിയായിരിച്ചോ, അതും എടുക്കും, ബാങ്കിൽ നിന്ന് കുറച്ച് കടം കൂടി എടുത്തുകൊണ്ട് എന്ത് ചെയ്യും, അടുത്തത് ഡബിൾ പേയേഴ്സ് ഓർഡർ ചെയ്യും, 200 ഓർഡർ ചെയ്യും, പിന്നെ 300 ഓർഡർ ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ ഈ ബിസിനസ് ഏൺ ചെയ്യുന്ന പൈസയൊക്കെ ആ ബിസിനസ്ക്ക് തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് ഒരു ബിസിനസ് പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബിസിനസ്സിൻ്റെ വളർച്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ അഗ്രസീവ് റേറ്റിലാണ് പോകുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് സമയവും ഇത് പൊളിയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഫില്ലാവൊന്നും കെയർ ചെയ്യണില്ല, ഓന് വീണ്ടും അതന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ഓന് സംഭവം വളർന്നാൽ മതി, സന്തോഷമാണ്. ബാങ്കുകാർ ഫില്ലിന് ക്രെഡിറ്റ് കൊടുക്കുമ്പോഴൊക്കെ ഫില്ലിനെ വാർണിംഗ് കൊടുക്കലുണ്ട്, എന്താ വെച്ചാൽ ക്യാപിറ്റൽ വെക്കണം, ഫുള്ള് ഇതിക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്, കുറച്ച് പൈസയിൽ വെക്കണം എന്ന് പറഞ്ഞാണ്ട്. പക്ഷേ ഓനൊന്നും മൈൻഡ് ചെയ്യില്ല. പിന്നീട് ഫില്ല് എന്ത് ചെയ്യാണ്, ഈ പ്രൈസ് വാട്ടർ ഹൗസ് എന്നുള്ള അക്കൗണ്ടിങ് ഫേമിൽ നിന്ന് ഓൻ്റെ ജോലി ക്വിറ്റ് ചെയ്തിട്ട് പോർട്ട്ലാൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അക്കൗണ്ടിങ് ടീച്ചറായിട്ട് പോവാണ്. അപ്പോൾ അവിടെ ചേർന്നതിന് ശേഷം ഫില്ലിന് കുറച്ചുകൂടി ടൈം കിട്ടുന്നുണ്ട്. മറ്റൊടുത്താണെങ്കിൽ ഓവർ ടൈമൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും, തീരെ സമയമല്ല, ബ്ലൂ റിബണിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ടൈം കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് അവൻ്റെ ഫ്യൂച്ചർ വൈഫ് പെന്നി പാർക്സിനും പരിചയപ്പെടുന്നത്. പെന്നി പിന്നീട് ബെനേറ്റും കമ്പനി ആവണതും ബ്ലൂ റിബണിൻ്റെ വർക്കിന് വേണ്ടി സഹായിക്കുന്നത്, ബ്ലൂ റിബണിൻ്റെ കമ്പനിയിൽ വന്നാണ്ട് ഒരുപാട് ബെന്നെ സഹായിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഈ ബുക്കിലുണ്ട്. നൈക്കിൻ്റെ ഷൂ ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് മൂപ്പര ഫിൽ നൈറ്റിൻ്റെ ഒരു മെമ്മോയറാണ്. ഇതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയണമെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയി തോന്നിയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ്.
ശരിക്കും ഇതൊരു വലിയൊരു സ്റ്റോറിയാണ്, ഇത് ഇത്ര പറഞ്ഞാലും കഴിയൂല. ഇതേ സമയം തന്നെ ഈ ഒരു സ്ട്രഗിളിൻ്റെ ഇടയിൽ കൂടെ തന്നെ 1962-63 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1980 വരെ ഏകദേശം 10-20 വർഷത്തോളം ഇവർ ഭയങ്കര രീതിയിൽ സ്ട്രഗിൾ തന്നെയാണ്, അങ്ങനെ പൈസ ഒന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഈ ഒരു സ്ട്രഗിളിൻ്റെ ഇടയിൽ കൂടെയാണ് ഫില്ലിൻ്റെ ആദ്യത്തെ മകനും രണ്ടാമത്തെ മകനൊക്കെ ജനിക്കുന്നത്, മാത്യു അതേപോലെ ട്രാവിസ്. ഫില്ല് ബുക്കിൽ പറയുന്നുണ്ട് നല്ലൊരു ഫാദർ ആവാൻ ഒരുപാട് ഫാമിലി ടൈം കൊടുക്കാനൊന്നും എനിക്കില്ല, സമയമില്ലേനും, എപ്പോഴും അവൻ്റെ മൈൻഡിൽ എപ്പോഴും ഷൂവും ബ്ലൂ റിബണേനും. എന്നാലും ഫില്ല് അവൻ്റെ മാക്സിമം ട്രൈ ചെയ്തിരിക്കണ് രാത്രി ബെഡ് ടൈം സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ഇപ്പോൾ ബ്ലൂ റിബൺ സ്പോർട്സ് എന്ന് പറഞ്ഞ കമ്പനി, ഫില്ലിൻ്റെ കമ്പനി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണല്ലേ. അതായത് ജപ്പാനിൽ നിന്ന് ഷൂ ഇമ്പോർട്ട് ചെയ്തിട്ട്, റണ്ണിങ് ഷൂസ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ സെല്ല് ചെയ്യുക, മെയിനായിട്ട് ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഷൂ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഒരുപാട് ഈ ഒനിറ്റ്സുക്ക എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണല്ലോ അത് കൊണ്ടുവരുന്നത്. ഓല ഏറ്റവും ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നത്, ഓല ഷിപ്മെൻറ്റ് ഡിലേ ആവണത്, അതുപോലെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവുക, ഓലടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കോൺഫ്ലിക്റ്റുകൾ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുപോലെ ഓർഡർ മിസ്സിങ്. അപ്പോൾ ഒരു ദിവസം ഓല കമ്പനിയുള്ള കിറ്റാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഇവരെ ഫില്ലിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അങ്ങനെ വിസിറ്റ് ചെയ്യാൻ വന്ന ടൈമിൽ ഫില്ല് ഓൻ്റെ ഫയൽ ഓനറിയാതെ നല്ല മോഷ്ടിക്കാന്ന് വേണമെങ്കിൽ പറയാം, ഫയൽ എടുത്തുകൊണ്ട് ചെക്ക് ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അതായത് ഈ ഒനിറ്റ്സുക്ക എന്ന് പറഞ്ഞ കമ്പനി ഇവർ ഇപ്പോൾ ബ്ലൂ റിബൺ ആണ് ഓല സോൾ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂട്ടർ, ഇവർ മാത്രമേ സെല് ചെയ്യണുള്ളൂ. പക്ഷേ ഇവരെ ഫയൽ നോക്കിയപ്പോഴാണ്, ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരെ കോമ്പറ്റീറ്റേഴ്സിനെ ഈ ഒനിറ്റ്സുക്ക മീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ അമേരിക്കയിൽ ഫില്ലിൻ്റെ കമ്പനി മാത്രമാണ് ഈ ഒരു ഷൂ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓലെടുത്ത് ഭയങ്കര ഡിമാൻഡായിരിക്കും, വേറെ ആരെടുത്തും അത് കിട്ടില്ല, ഇവരുടെ അടുത്ത് മാത്രമേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നല്ല ഡിമാൻഡ് ഉണ്ടാവും. പക്ഷേ ഇനി ഇവരെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ മറ്റു ഷോപ്പുകൾക്കൊക്കെ ഈ ഒരു ടൈഗർ ഷൂസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെക്കിലും അവൈലബിൾ ആണ്, അപ്പോൾ ആ ഒരു എക്സ്ക്ലൂസീവ് ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോൾ ഫില്ല് തീരുമാനിക്കുകയാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറായി നിന്നിട്ട് കാര്യമല്ല, ഒനിറ്റ്സുക്ക എല്ലാവർക്കും ഷൂ എൻ്റെ ഡീലർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെടും. അപ്പോൾ ഓരെന്ത് തീരുമാനിക്കുകയാണ്, നമുക്ക് നമ്മളെ തന്നെ ഷൂ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ള കാര്യം തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് ബ്ലൂ റിബണിനെ സംബന്ധിച്ച് വലിയൊരു റിസ്ക്കാണ്. ഈ ഒനിറ്റ്സുക്ക അറിയാതെ വേണം എന്ത് ചെയ്യാൻ, ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഹയർ ചെയ്യാനും ഈ ഒരു ഷൂവിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനും. പിന്നീട് ഈ ഒനിറ്റ്സുക്ക ഇത് അറിയുമ്പോൾ, ഇവരിങ്ങനെ സ്വന്തം പ്രൊഡക്റ്റ് ലൈൻ ഇറക്കാൻ പോകണമെന്ന് അറിയുമ്പോൾ ഇവരെ കേസ് കൊടുക്കണം, സ്യൂ ചെയ്യണം. അങ്ങനെ സ്യൂ ചെയ്ത് ഇവർ ഫൈറ്റ് ചെയ്തു, ഫില്ല് ഫൈറ്റ് ചെയ്തു. ഇങ്ങനെ സത്യാവസ്ഥ ഇവരെ ഭാഗത്താണ് ന്യായം എന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ജാപ്പനീസ് കമ്പനിയിലുള്ള ഒരു ജൂനിയർ ചെങ്ങായി തന്നെ എന്ത് ചെയ്തു, ഒറ്റി കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ ഓൻ നിഷ്കളങ്കരാണ്, ഓൻ എന്താണ് സത്യം എന്നുള്ളത് കോടതിയിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെ ഫില്ല് അല്ലെങ്കിൽ ബ്ലൂ റിബണ് കേസ് ജയിച്ചു, $4 ലക്ഷം ഡാമേജ് ചെയ്യാണ്ട് ഇങ്ങോട്ട് കിട്ടി. അങ്ങനെ സ്വന്തം ഷൂസ് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇനി നമുക്ക് എന്ത് വേണം, നമുക്ക് നല്ലൊരു പേര് വേണം, നല്ല ലോഗോ വേണം. ഈ ബ്ലൂ റിബൺ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വന്ന പേരാണ്, അതിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ പുതിയൊരു പേരിൽ ഇറക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ അവൻ്റെ എക്സിക്യൂട്ടീവ്സിനോട് അല്ലെങ്കിൽ അവരുടെ കമ്പനികളിലോടൊക്കെ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് വേണം നമ്മളെ ഷൂ മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് ഒരു പേര് വരണം, ഒരു ലോഗോ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പേരിൻ്റെ കേസിൽ ആദ്യം പോലെ ഇങ്ങനെ ഡിസ്കസ് ചെയ്താണ്ട് വരുന്ന പേരുകളാണ് ഡയമെൻഷൻ 6, ഫില്ലിൻ്റെ ഫേവറേറ്റ് അതേനു, അതേപോലെ കോണ്ടോർ, ബംഗാള്, ഫാൾക്കണ്, ഇങ്ങനെയൊക്കെ ഓരോ പേരുകൾ വരികയാണ്. പക്ഷേ ഇതൊന്നും ഓൽക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പിന്നെ ഓല് വെയിറ്റ് ചെയ്തു. അതിലാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇവരുടെ കമ്പനിയിൽ ഇവൻ്റെ ആദ്യത്തെ എംപ്ലോയി, ആദ്യത്തെ സെയിൽസ് പേഴ്സൺ ജെഫ് ജോൺസൺ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായുണ്ട്. ഓനൊരു പിരാന്തനാണ്, ഓന് ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആണ്. ഓനിങ്ങനെ ആൾക്കാരുടെ അടിയിലൊക്കെ പോയിക്കാണ്ട് റണ്ണേഴ്സിൻ്റെ അടിയിൽ പോയിക്കാണ്ട് ഈ ഷൂ പറഞ്ഞ് സെല്ല് ചെയ്യിപ്പിക്കുന്ന ഒരു ചങ്ങായാണ്. അപ്പോൾ ഈ ജെഫ് ജോൺസന് ഓൻ്റെ ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണാനും നൈക്കി എന്ന് പറഞ്ഞ പേര് ഓൻ്റെ സ്വപ്നത്തിൽ കണ്ടു എന്നാണ് ഓൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫില്ല് വിസിറ്റ് ചെയ്തൊരു സ്ഥലത്തിനെ പറഞ്ഞില്ലേനോ, ഹിസ്റ്റോറിക്കൽ പ്ലേസ്, അതേന നൈക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് ഗോഡസ് ഓഫ് വിക്ടറി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു ടെമ്പിളും വിസിറ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു പേരാണ് ജെഫ് ജോൺസൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ അതും ഫില്ലിനോട് പറഞ്ഞു. ഭയങ്കര രീതിയിൽ ഫില്ലിന് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഇപ്പോൾ തൽക്കാലം ആ ഒരു പേര് മതി, നമുക്ക് പെട്ടെന്ന് വേണമല്ലോ, ടൈമില്ല, അപ്പോൾ തൽക്കാലം ആ ഒരു പേര് മതി എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോവാണ്. പിന്നീട് അതാണ് നമ്മളെ ബ്രാൻഡിൻ്റെ പെർമനൻറ്റ് നെയിമായത്. അതുപോലെ തന്നെ ഫില്ല് നമ്മളെ പോർട്ട്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്നല്ലോ അക്കൗണ്ടിങ് ടീച്ചറായിട്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കാരോളിൻ ഡേവിഡ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനിങ് പഠിക്കുന്ന സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. ഈ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുള്ളൂ. അപ്പോൾ ഓളോട് എന്ത് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു ലോഗോ വേണം, മൂവ്മെൻറ്റ്, സ്പീഡ്, വിക്ടറി ഇതിനൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ലോഗോ നമുക്ക് വേണം നമ്മൾ പുതിയ ബ്രാൻഡിന് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഓള് കുറച്ച് സ്കെച്ചസ് ആയിക്കാണ്ട് വന്നു, ഫില്ലിൻ്റെ അടുത്തേക്ക് വന്നു, കുറച്ച് ഡ്രാഫ്റ്റ് ആയിക്കാണ്ട്. അപ്പോൾ അതിലുള്ള ഒന്നായിരുന്നു ഈ ഒരു കർവ്ഡ് ടിക്ക് മാർക്ക്, നമ്മളെ നൈക്കിൻ്റെ ചിഹ്നം. അപ്പോൾ ആ ഒരു ലോഗോ തൽക്കാലം ഇത് മതി, സ്പീഡ്, വിക്ടറി, അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലൊരു ലോഗോ ആണ്. ഫില്ല് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അത് മതി എന്നുള്ള രീതിയിൽ ഓൾക്കൊരു $35 പേ ചെയ്താണ്ട് ആ ലോഗോയെ ഉറപ്പിച്ചു. അപ്പോൾ ആ ലോഗോൻ്റെ ആ ഫസ്റ്റ് ഡ്രാഫ്റ്റിൻ്റെ ഫോട്ടോ അതാണ്. പിന്നീട് നമ്മളെ നൈക്കി വലിയ എംപയർ ആയപ്പോൾ, വലിയൊരു ബ്രാൻഡ് ആയപ്പോൾ ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ലോഗോയും പേരുമാണ് ഈ നൈക്കി, അതേപോലെ ഈ കർവ്ഡ് ടിക്ക് മാർക്ക് എന്നുള്ളത്.
അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു താങ്ക് യു നോട്ട് എന്നുള്ള രീതിയിൽ ഒരു കമ്പനി ഇവൻറ്റിൽ ഈ കാരോളിൻ ഡേവിഡ്സനെ ഫില്ല് ഇൻവൈറ്റ് ചെയ്തിട്ട് ഓൾക്കൊരു ഗോൾഡിൻ്റെ ഈ സ്വൂഷ് ഉണ്ടല്ലോ, നൈക്കിൻ്റെ ആ ഒരു ടിക്ക് മാർക്ക് ചിഹ്നമുള്ള ഡയമണ്ട് സ്റ്റഡ് പതിപ്പിച്ചിട്ടുള്ള ഒരു റിങ് ഓൾക്ക് കൊടുക്കുന്നുണ്ട്, ആ ഒരു ചിഹ്നമുള്ള. അതുപോലെ തന്നെ നൈക്കിൻ്റെ ഒരു 500 ഷെയർസും ഓൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആ ഷെയർസൊക്കെ കുറേ കാലം കഴിഞ്ഞ് കമ്പനി വളരുന്നതനുസരിച്ച് ഷെയർസൊക്കെ സ്പ്ലിറ്റ് ആയതിന് ശേഷം ഇവൾ വലിയ രീതിയിൽ റിച്ച് ആയിട്ടുള്ള ആളായി മാറുകയാണ്. അപ്പോൾ ഞാൻ ഫില്ലിൻ്റെ സ്റ്റോറി ഒരിക്കലും തുടക്കം തൊട്ട് അവസാനം വരെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല കേട്ടോ. നൈക്കി എന്നുള്ളതിനെ കുറിച്ച് ഈ ബ്രാൻഡ് എങ്ങനെ വന്നു എന്നുള്ളത് പല ആൾക്കാർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓല് ഇപ്പോൾ ഉള്ള നൈക്കി അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഫുള്ള് പ്രീമിയം ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ആ ഒരു ഇതിലിങ്ങനെ നടക്കി കയറാം. പക്ഷേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കഥ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള മേജർ ഇവൻറ്റുകൾ മാത്രമാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഷൂഡോഗ് എന്ന് പറഞ്ഞ ബുക്ക് തന്നെ വായിച്ച് നോക്കണം, എന്നാലേ ആ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു സ്പോയിലർ എന്നുള്ള രീതിയിലല്ല ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഹേർട്ട് ബ്രേക്കുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇതൊന്നും ഞാൻ ഇതിൽ പറയണില്ല. ഇനി നൈക്കിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു 4 മേജർ ഇവൻറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്താണ് വാഫിൾ ട്രെയിനേഴ്സ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളെ ഫില്ലിൻ്റെ ഒപ്പം ഫില്ലിൻ്റെ ഫസ്റ്റ് ഹൈസ്കൂൾ കോച്ച്, റണ്ണിങ് കോച്ചായിട്ടുള്ള ബിൽ ബോവർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളൊപ്പം പാർട്ണർഷിപ്പ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. മൂപ്പര് കോച്ചിൻ്റെ ബോഡിയിലുള്ള ഒരു സയൻറ്റിസ്റ്റാണ്, റണ്ണേഴ്സിന് കുറേ പോർഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കും, സോളൊക്കെ കട്ട് ചെയ്താണ് വെക്കും എന്ന് പറഞ്ഞല്ലോ. മൂപ്പര് അതേപോലെ തന്നെ ഒരു സംഭവം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ് പിന്നീട് വാഫിൾ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷൂ ആയി മാറിയത് നൈക്കിൻ്റെ. മുമ്പ് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് വൈഫിൻ്റെ വാഫിൾ അയൺസ് ഉണ്ടല്ലോ, നമ്മൾ വാഫിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലോ അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ വാഫിൾസ് ഉണ്ടാക്കുന്ന സാധനമുണ്ട്, വാഫിൾ അയൺ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിക്കാണ്ട് റബ്ബർ ഉരുക്കിക്കാണ്ട് പാരുകയാണ്. അങ്ങനെ റബ്ബർ ഉരുക്കിയാണ്ട് പാർന്നാൽ ആ ഒരു വാഫിലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്ക്വയർ ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതിൽ റബ്ബർ ഉരുക്കി പാർന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ള നല്ല ഗ്രിപ്പുള്ള രീതിയിലുള്ള സാധനമായിക്കാണ്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കി ആ ഒരു സോള് മൂപ്പർക്ക് കിട്ടി, ആ ഒരു ഐഡിയ വെച്ചാണ്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഷൂ ആണ് നൈക്കിൻ്റെ വാഫിൾ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അതുപോലെ 1977 2 ഇൻവെസ്റ്റേഴ്സ് നമ്മളെ ഫില്ലിനും ഓലെ ടീമിനും വന്നുകൊണ്ട് മീറ്റ് ചെയ്യാണ് ഒരു പുതിയൊരു ഐഡിയ വെച്ചാണ്ട്. ആ ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സോൾ ഉണ്ടല്ലോ ഷൂവിൻ്റെ, അതിൻ്റെ ഉള്ളിൽ എയർ ഇഞ്ചെക്റ്റ് ചെയ്യുക എന്നുള്ളത്, എയർ നിൽക്കുന്ന സോള്. അപ്പോൾ അത് ഫസ്റ്റ് കേൾക്കുമ്പോൾ, കാരണം അന്നത്തെ ടൈമിൽ എന്ന് പറഞ്ഞാൽ സോളൊക്കെ ഭയങ്കര രീതിയിൽ കട്ടി കുറഞ്ഞ ഷൂകളാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എയറുള്ള സോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ വിയേർഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിലൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് ഫില്ല് മനസ്സിലാക്കി ഇവരും അതിൻ്റെ പ്രോട്ടോടൈപ്പ് കൊടുത്തു. ആ പ്രോട്ടോടൈപ്പിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ബാലൻസിൻ്റെ കേസിലും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് നല്ലൊരു അടിപൊളി കൺസെപ്റ്റ് ആയിരുന്നു, നല്ല ഭാവിയുണ്ട്. അപ്പോൾ ഓല് എന്ത് ചെയ്തു, ഓൽക്ക് അതിനനുസരിച്ചുള്ള റോയാലിറ്റി കൊടുത്താണ്ട് ആ ഒരു ഐഡിയ സ്വീകരിച്ചു. പിന്നീട് അതിൻ്റെ ഫസ്റ്റ് മോഡലൊക്കെ ഉണ്ടാക്കി, ഫസ്റ്റ് മോഡലൊക്കെ പാളി അത്ലറ്റ്സിനൊക്കെ കൊടുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ എയർ ലീക്ക് ആവുക, എയർ പൊട്ടുക, ഓരോ ഇഞ്ചുറി ഉണ്ടാവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ഇപ്പം നിങ്ങൾ കാണുന്ന എയർ മാക്സ് എന്ന് പറഞ്ഞ ലൈനുണ്ട് നൈക്കിൻ്റെ, ആ ലൈനിൻ്റെ തുടക്കം കുറിച്ചത് ആ ഒരു സംഭവമാണ്. പിന്നീട് 1970-കളിൽ തന്നെ നമ്മളെ ഇവരെ കോമ്പറ്റീറ്റേഴ്സ്, നൈക്കിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആണല്ലോ അഡിഡാസും പ്യൂമയും കോൺവേഴ്സും ഇങ്ങനത്തെ കമ്പനികളൊക്കെ. അപ്പോൾ ഇവരെന്ത് ചെയ്തു, നമ്മളെ നൈക്കി പുറത്തുനിന്ന് കുറേ ഷൂകൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിരുന്നു ഫസ്റ്റൊക്കെ, ജപ്പാൻ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കുറേ ഇമ്പോർട്ട് ഡ്യൂട്ടികൾ അടക്കാൻ ഇവർക്ക് ബാക്കിയുണ്ട് എന്നുള്ള രീതിയിൽ കസ്റ്റം സർവീസിന് ഗവൺമെൻറ്റിന് കേസ് കൊടുത്തിട്ട് കസ്റ്റം സർവീസ് ഇവർക്ക് 25 മില്യൺ നിങ്ങൾ അടക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഇടാണ് നൈക്കിക്ക്. അപ്പോൾ ഇവരെന്ത്, ഫില്ലും ഓൻ്റെ ടീമും കുറേ കാലം ഫൈറ്റ് ചെയ്തു. ഓനക്ക് സ്വന്തമായിട്ട് ലോയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈം എത്തിയപ്പോഴത്തേനും. കുറേ ഫൈറ്റ് ചെയ്തു, പക്ഷേ ഫുള്ളായിട്ട് ഓൽക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല. $9 മില്യൺ അത് സെറ്റിൽ ചെയ്ത്. പിന്നീട് ഉണ്ടായ ഒരു മേജർ ഇവൻ്റാണ് നൈക്കി ഒരു പബ്ലിക് കമ്പനി ആവുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയുണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച് അറിയണവർക്ക് അറിയുണ്ടാവും. നമ്മളിപ്പോൾ ഷെയറും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന കമ്പനീസൊക്കെ പബ്ലിക് കമ്പനിയാണല്ലോ. അപ്പോൾ നൈക്കി എന്ന് പറയുന്നത് കുറേ കാലത്തോളം ഒരു പബ്ലിക് ഓഫറിങ് നടത്തിയിട്ടില്ല, ഷെയർ ഓഫർ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ പബ്ലിക് കമ്പനി ആയിക്കഴിഞ്ഞാൽ മറ്റാൾക്കാർ നമ്മളെ ഷെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഓല അനുമതി അല്ലെങ്കിൽ ഓല അറിയിക്കേണ്ടി വരും, ബോർഡ് മീറ്റിംഗ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഓട്ടോണമി അവിടെ നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ നൈക്കി എന്ന് പറയുന്നത് കുറച്ച് പിരാന്തന്മാരൊരു കമ്പനിയാണ്. ആ തുടങ്ങിയ ടൈമിൽ ഫുള്ള് റണ്ണേഴ്സും സ്പോർട്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഭ്രാന്തുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓർക്ക് എന്ന് പറഞ്ഞാൽ ഓൽതായ രീതിയിലുള്ള റൂൾസുകളും ഓൽതായ രീതിയിലാണ് ഓല കമ്പനി നടത്തിക്കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അതിലേക്ക് ആൾക്കാർ, പുറത്തുനിന്നുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഓല ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ 2-3 വട്ടം പോലെ എന്ത് ചെയ്തതാണ്, പബ്ലിക്കിൽ പോകാൻ തീരുമാനിച്ചു, പബ്ലിക് ഓഫറിങ് നടത്താൻ തീരുമാനിച്ചു, പിന്നെ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. പക്ഷേ 1980 വേറെ വഴിയില്ലാതെ ഒരുപാട് പൈസകൾ അടക്കാനുണ്ട്. നിസിഹോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് എത്രയോ $1 മില്യൺ എങ്ങാണ്ടോ കൊടുക്കാനുണ്ട്. ആ രീതിയിലൊക്കെ ക്രെഡിറ്റ് എടുത്ത് കുറച്ച് അത്യാവശ്യം കുടുങ്ങിയ ടൈമിൽ ഒരു തീരുമാനിക്കുകയാണ് പബ്ലിക് ഓഫറിങ് നടത്താന്നുള്ളത്. ഒരു ഷെയറിന് $22 വെച്ചുകൊണ്ടാണ് ഓല് നടത്തുന്നത്. ബാക്കി റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഇനി ഈ ബുക്കിൽ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറയാത്തൊരു സംഭവമുണ്ട്. 2023 ഇറങ്ങിയ എയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഉണ്ട്.
അതായത് നൈക്കി എങ്ങനെയാണ് മൈക്കിൾ ജോർഡൻ, വേൾഡ്സ് ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ മൈക്കിൾ ജോർഡനെ എങ്ങനെ സൈൻ ചെയ്തത് എന്നുള്ള കഥ. അപ്പോൾ അത് ഞാൻ ആ ഒരു മൂവീൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പെട്ടെന്ന് പറഞ്ഞുതരാം, സമ്മറി കണ്ട് പറഞ്ഞുതരാം. ഏകദേശം 1984 നൈക്കിൻ്റെ ബാസ്കറ്റ്ബോൾ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നൈക്കി ആദ്യം റണ്ണിങ് ഷൂ മാത്രമുള്ളായിരുന്നു, പിന്നീട് ക്ലോത്തിങ്ങിലേക്ക് വന്നു, പിന്നെ മറ്റു സ്പോർട്സിലേക്ക് വന്നു, ബാസ്കറ്റ്ബോളിലേക്കും ഫുട്ബോളിലേക്കൊക്കെ ഇങ്ങനെ വരികയാണ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ ബാസ്കറ്റ്ബോളിൽ മെയിനായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അഡിഡാസും അതുപോലെ കോൺവേഴ്സുമാണ്. നൈക്കിൻ്റെ ഷെയർ അതിൽ അല്ലെങ്കിൽ നൈക്കി യൂസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ നൈക്കി ഇതൊന്ന് ഡെവലപ്പ് ആക്കണം, ഓൾക്ക് അതിലൊന്ന് മുമ്പേക്ക് എത്തണം എന്നുള്ളൊരു അതിൻ്റെ ഒരു ഭാഗമായിട്ട് പുതിയ അത്ലറ്റ്സുകളെ സൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മളിപ്പോൾ ഏതൊരു സ്പോർട്സ് ബ്രാൻഡാണെന്നുണ്ടെങ്കിലും നമ്മളെ ഗ്രോത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ത്, നമ്മൾ വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ ടോപ്പ് അത്ലറ്റ്സുകളെ സൈൻ ചെയ്യണം, നമ്മളെ ബ്രാൻഡ് കൊണ്ടുവരണം. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ നൈക്കിലല്ലേ, അപ്പോൾ ലൈഫ് ടൈം കോൺട്രാക്റ്റ് കൊടുക്കുന്നുണ്ട് പല ആൾക്കാർക്കും. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ആ ഒരു പ്ലെയേഴ്സ് ഫേമസ് ആവുമ്പോൾ നമ്മളെ ഷൂ ഓലെ കാലം വിട്ടാണ്ട് കാണുമല്ലോ, അല്ലെങ്കിൽ നമ്മളെ ഷൂ മാത്രമല്ല നമ്മളെ അപ്പാരൽ, നമ്മളെ ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ ബ്രാൻഡിന് അത്രയും വിസിബിലിറ്റി കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നൈക്കിൻ്റെ മാർക്കറ്റിംഗ് ഹെഡായിട്ടുള്ള സോണി വക്കാരോ എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായി ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ 1984 മൈക്കിൾ ജോർഡൻ എന്ന് പറയുന്നത് ബാസ്കറ്റ്ബോളിലേക്ക് വരുന്ന പുതിയൊരാളാണ്. അതായത് അന്ന് വലിയൊരു സ്റ്റാറൊന്നും ആയിട്ടില്ല, പൊട്ടൻഷ്യൽ ഉണ്ട്, ഭാവിയിൽ സക്സസ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മളിപ്പോൾ പല രീതിയിൽ ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര രീതിയിൽ പൊട്ടൻഷ്യൽ കണ്ടാലും ചിലപ്പോൾ ഭാവിയിൽ പോലും സക്സസ് ആവണം എന്നില്ല. അതേസമയം ഇപ്പോൾ കഴിവില്ലാത്ത പല ആൾക്കാരും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ കഴിവ് കാണിക്കാം. സോ ഇത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, ഇതിപ്പം പുതിയ വന്നൊരു ചങ്ങായിയാണ്. പക്ഷെ നമ്മളെ സോണി വക്കാരോ എന്ത് തീരുമാനിക്കുകയാണ്, ഈ ഒരു 21 വയസ്സുള്ള ഈ ഒരു പുതിയ ചങ്ങായിൻ്റെ മേളിൽ നമുക്ക് റിസ്ക് എടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ജോർഡനെ സംബന്ധിച്ച് ഓനക്ക് പോകാൻ താല്പര്യമുള്ള ഒരിക്കലും നൈക്കിലേക്കൊന്നല്ല. നൈക്കി ഓൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ്. ഓനക്ക് ഏറ്റവും ഇഷ്ടം അഡിഡാസ് ആണ്, അല്ലെങ്കിൽ കോൺവേഴ്സ് ആണ്, പിന്നെയാണ് ഓൻ നൈക്കി കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ നൈക്കിനെ സംബന്ധിച്ച് ഓർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഇവനെ സൈൻ ചെയ്യണ അതേ പൈസക്ക് ഒരു 3-2 അത്ലറ്റ്സുകളെ സൈൻ ചെയ്യാം, ഒരു ആവറേജ് ലെവൽക്കുള്ള. അല്ലാന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ ഓലെടുത്തുള്ള ഫണ്ട് കൊടുത്താണ്ട് ഒറ്റ ആളെ സൈൻ ചെയ്യാം. അത് റിസ്ക്കാണ്, നല്ല റിസ്ക്കാണ്. ഓൻ അഥവാ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഓലെ ഫണ്ട് ഫുള്ള് പോകും. പക്ഷേ ഓല റിസ്ക് എടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മളെ മൈക്കിൾ ജോർഡന് അഡിഡാസിൻ്റെ ഒക്കെന്നും കോൺവേഴ്സിൻ്റെ ഒക്കെന്നും നൈക്കിൻ്റെ ഒക്കെന്നും ഓഫർ കിട്ടുകയാണ്, ഓല ബ്രാൻഡിൻ്റെ ബ്രാൻഡിൻ്റെ അത്ലറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ജോർഡൻ അഡിഡാസിൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ അഡിഡാസ് ഇങ്ങനെ പറയാണ്, നിങ്ങൾക്ക് ഇത്ര $1 എൻഡോഴ്സ്മെൻ്റ് ആയിക്കാണ്ട് തരും, അതുപോലെ തന്നെ ഇതാണ് നമ്മളെ ഷൂവിൻ്റെ ലൈന്, ഇതാണ് നമ്മളെ അപ്പാരൽ ലൈന്, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള രീതിയിൽ ഓഫർ കൊടുത്തു. കോൺവേഴ്സും അതേപോലെ തന്നെ ഓഫർ കൊടുത്തു. അതായത് ഓൾറെഡി എന്താണോ എല്ലാ അത്ലറ്റ്സിനും ചെയ്യുന്നത് അതുപോലെ ജോർഡന് ഒരു ഓഫർ കൊടുക്കുകയാണ്. പക്ഷേ നൈക്കി അവിടെ ചെയ്തതെന്ന് വെച്ചാൽ മൈക്കിൾ ജോർഡന് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി എല്ലാവരും ഓലെടുത്തുള്ള ഷൂ തന്നെ ഇതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള അപ്പാരൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നൈക്കി എന്താ ചെയ്തത് വെച്ചാൽ നമ്മളെ സോണി വക്കാരോ മാർക്കറ്റിങ്ങിലെ ഹെഡ് പീറ്റർ മോർ എന്ന് പറഞ്ഞിട്ടുള്ള നൈക്കിലെ ഡിസൈനറുമായിട്ട് ഡിസ്കസ് ചെയ്താണ്ട് ജോർഡന് വേണ്ടിയിട്ട് ഒരു ഷൂ ഡിസൈൻ ചെയ്യാണ്. അന്ന് NBA ബാസ്കറ്റ്ബോളിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് പ്ലെയിൻ കളറിലുള്ള യൂണിഫോം ഷൂകളെ അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവരെന്ത് തീരുമാനിക്കുകയാണ്, ജോർഡന് വേണ്ടിയിട്ട് മൾട്ടി കളറുള്ള നല്ല ബ്ലാക്കും റെഡും വൈറ്റൊക്കെ ഉള്ള ഒരു എയർ ജോർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷൂ ഇവന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ജോർഡനെയും അവൻ്റെ ഫാമിലിനെയും കൺവിൻസ് ചെയ്താണ്ട് ഓല് നൈക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വരികയാണ്. എന്നിട്ട് നൈക്കി ഓല ഐഡിയ ജോർഡനെ പിച്ച് ചെയ്യാണ്. അപ്പോൾ ഇവരെ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ $5 lakh ഫോർ 5 years, ഒരു കൊല്ലത്തിന് $5 ലക്ഷം 5 കൊല്ലത്തേക്ക്. അതിൻ്റെ കൂടെ മൈക്കിൾ ജോർഡന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത എയർ ജോർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷൂ ഓനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അതും കൂടാതെ ഓൻ്റെ മദർ എന്ത് പറഞ്ഞു, ഓരോ എയർ ജോർഡൻ സെല്ല് ചെയ്യുമ്പോഴും ഈ എയർ ജോർഡൻ ലൈനിൽ പെട്ട ഓരോ ഷൂകൾ സെല്ല് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എൻ്റെ മകന് റോയാലിറ്റി എന്നുള്ള രീതിയിൽ വേണമെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഒരു $1,000 സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5% ആണ് റോയാലിറ്റി എന്നുണ്ടെങ്കിൽ $50 ആർക്ക് കിട്ടും, ജോർഡന് കിട്ടും, ആ രീതിയിൽ. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ലൈഫ് ടൈം റവന്യൂ ആണ്. അതായത് ഒരു കമ്പനീൻ്റെ ഒരു പീസ് ഇവനക്ക് കൊടുക്കുകയാണ്. എത്രത്തോളം ഷൂ സെല്ല് ചെയ്യുന്നോ അത്രത്തോളം ഷൂവിൻ്റെ ഒരു പെർസെൻറ്റേജ് ജോർഡൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. പക്ഷേ നൈക്കി എന്ത് തീരുമാനിച്ചു, ആ ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ഇത്രയും ഓഫറുകളായിട്ടുള്ള ഒരു സംഭവം ഒരു സെയിൽസ് പിച്ച് ആർക്ക് കൊടുത്തു, ജോർഡന് കൊടുത്തു. അഡിഡാസ് ഇതിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നെങ്കിൽ ജോർഡൻ അഡിഡാസിൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ കോൺവേഴ്സിൻ്റെ ഒപ്പം പോകും. പക്ഷേ ആരും അങ്ങനെ ഒരു ഓഫർ കൊടുത്തില്ല. നൈക്കി മാത്രമാണ് ഇത്രയും അടിപൊളി ഒരു ഓഫർ കൊടുത്തത്. അങ്ങനെ ജോർഡൻ എന്ത് ചെയ്യാണ്, നൈക്കിൻ്റെ ഒപ്പം പോവാണ്. പിന്നെ ഞാൻ പറഞ്ഞു എന്ത്, ഈ NBA പ്ലെയിൻ കളറുള്ള ഷൂകളായിരുന്നു അന്ന് പറ്റിയത്, വെള്ള അല്ലെങ്കിൽ ബ്ലാക്ക് ഒക്കെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തേക്ക് ഇങ്ങനെ റെഡും ബ്ലാക്കും വൈറ്റൊക്കെ ഇട്ടാണ്ട് പോകുമ്പോൾ എന്തുണ്ടാവും, ഓലെ അത് ബാൻ ചെയ്യും, അത് അയക്കൂലല്ലോ, ഫൈൻ വരും. അപ്പോൾ ഈ ഫൈനും ആര് പേ ചെയ്യാന്ന് പറഞ്ഞു, നൈക്കി പേ ചെയ്യാന്ന് പറഞ്ഞു. അതായത് ഫൈന് പേ ചെയ്തുകൊണ്ട് ഈ ഷൂ ഇട്ടുകൊണ്ട് എനിക്ക് കളിക്കാം. അപ്പോൾ ജോർഡന് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ കളറുള്ളത്, കാരണം ബാക്കിയുള്ള ആർക്കും ഫൈന് പേ ചെയ്യാൻ ഒരു തയ്യാറാവില്ല. പിന്നീട് ആ ഒരു ഷൂ എയർ ജോർഡൻ 1 എന്ന് പറഞ്ഞ ആ ഒരു മോഡൽ
ബാനഡ് ബൈ NBA എന്നുള്ള രീതിയിൽ കത്താണ്, ഫേമസ് ആവുകയാണ്. ഫസ്റ്റത്തെ ഇയറിൽ തന്നെ 126 മില്യൺ സെയിൽസാണ് വരുന്നത് ആ ഷൂവിന്. അപ്പോൾ ആ ഒരു എൻഡോഴ്സ്മെൻറ്റ് എടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു അത്ലറ്റിനെ സൈൻ ചെയ്തുകൊണ്ട് തന്നെ നൈക്കിൻ്റെ ബാസ്കറ്റ്ബോൾ ഡിവിഷൻ തന്നെ ആകെ മാറിയാണ്. അപ്പോൾ ആ ഒരു കഥ അറിയണമെന്നുണ്ടെങ്കിൽ എയർ എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ മതി, 2023 അടിപൊളിയാണ്. ഇറ്റ് ഇസ് ടോട്ടലി വർത്ത് ഇറ്റ്. പിന്നീട് നൈക്കിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് ട്രാജഡികളുണ്ട്. അതിലൊന്നാണ് ഇവർ ആദ്യമായിട്ട് നമ്മളെ ബിൽ ബോർമാൻ ഉണ്ടല്ലോ, ബിൽ ബോർമാൻ്റെ ഒക്കെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന, ട്രെയിൻ ചെയ്തിരുന്ന സ്റ്റീവ് പ്രീഫോണ്ടൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായിണ്ടായിരുന്നു. ഒളിമ്പിക്സിലേക്കൊക്കെ സെലക്ട് ആയിട്ടുള്ള നല്ല അടിപൊളി റണ്ണറായിരുന്നു. ഓൻ 1975 ഇപ്പോൾ പൊട്ടൻഷ്യൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന, ഒളിമ്പിക്സിലേക്ക് സെലക്ട് ആയിട്ടുള്ള, ഇനി ഭാവിയിൽ വലിയ ആളാവാനുള്ള ഒരു അത്ലറ്റ് ആയിരുന്നു. നൈക്കിൻ്റെ ഭാഗമായിരുന്നു, നൈക്കിൻ്റെ എൻഡോഴ്സ്മെൻറ്റിലുണ്ടായിരുന്നു. ഓനൊരു കാർ ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്. അതുപോലെ തന്നെ 2000 നമ്മളെ ഫിൽ നൈറ്റിൻ്റെ, നമ്മളെ നൈക്കി തുടങ്ങിയ ആളെ വലിയ മകനുണ്ട് മാത്യു എന്ന് പറഞ്ഞിട്ടുള്ള, ഓന് ഒരു ഡൈവിങ് ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്. അതുപോലെ 1993 നമ്മളെ മൈക്കിൾ ജോർഡൻ്റെ ഫാദറിനെ ആരോ മർഡർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്യൂണറലിന്, ഓൻ്റെ ഫാദറിൻ്റെ ഫ്യൂണറലിന് ഫസ്റ്റ് റോലുള്ള, ഓൻ്റെ ഫാമിലി അല്ലാതെ ഉണ്ടായിരുന്ന ആകെ ഒരാളെന്ന് പറയുന്നത് നമ്മളെ ഫിൽ നൈറ്റ് ആയിരുന്നു. കാരണം ഫിൽ നൈറ്റിനെ അത്രയും റെസ്പെക്ട് ചെയ്തിരുന്നു മൈക്കിൾ ജോർഡനും അവൻ്റെ ഫാമിലിയൊക്കെ. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോറിയിൽ നിന്ന്, ഞാനിപ്പോൾ കംപ്ലീറ്റ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടില്ല, അതിൻ്റെ ഭാഗങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് മെയിനായിട്ട് മനസ്സിലാവുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലെസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഗ്രേറ്റ് ആയിട്ടുള്ള എന്തൊരു സാധനം ബിൽഡ് ചെയ്യാനും, ലോകം അറിയപ്പെടുന്ന, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വലിയ സംഭവങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ 6 മാസമോ 1 കൊല്ലമോ 2 കൊല്ലമോ എന്നല്ല, ഡെക്കേഡുകൾ എടുക്കും. ഇപ്പോൾ നമ്മൾ കണ്ടു എന്ത് 1962 ഇത് സ്റ്റാർട്ട് ചെയ്യണത്, ഇതിൻ്റെ കഥ സ്റ്റാർട്ട് ചെയ്യണത്. ഏകദേശം 1984 അല്ലെങ്കിൽ 82 വരെ, അല്ലെങ്കിൽ 80 വരെ വലിയ സ്ട്രഗിൾ ചെയ്തിരിക്കണം. അതായത് 10-20 വർഷത്തോളം ഫുള്ള് സ്ട്രഗിളിംഗ് ആണ്. പിന്നെയാണ് കുറച്ചെങ്കിലും ലെവൽക്ക് എത്തുന്നത്. പിന്നെ ആ വലിയ ലെവൽക്കൊക്കെ എത്തുന്നത്, നമ്മളിപ്പോൾ കാണുന്ന ലെവൽക്കൊക്കെ എത്തുന്നത് 2000 ശേഷമാണ്. അപ്പോൾ അത് ആലോചിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും. നമ്മളെല്ലാവരും എന്ത് പറയും, നമ്മൾ കുറച്ചാലും ഒരു 6 മാസം കുറച്ച് വീഡിയോ കിട്ടാണ്ടോ അല്ലെങ്കിൽ കുറച്ച് ബിസിനസ്സൊക്കെ നടത്തിയാൽ നമ്മളെന്ത് പറയും, ഇത് നടക്കൂല, ഇതിനെ കൊണ്ട് കഴിയില്ല എന്നുള്ള രീതിയിൽ പറയും. ബട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, എനിത്തിങ് ഗ്രേറ്റ് ടേക്സ് ടൈം. അതുപോലെ അതിന് മനസ്സിലാവുന്ന വേറെ ലെസണാണ് എംബ്രേസിങ് അൺസർട്ടനിറ്റി. ഇപ്പോൾ നമ്മളൊരു ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ഉറപ്പാണ്, നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോലി കിട്ടും വിചാരിച്ചോ, 30,000 രൂപ സാലറി ഉള്ളത്, നമുക്ക് അവിടെ സേഫാണ്. എല്ലാ മാസം 30,000 സാലറി കിട്ടും എന്നുള്ള നമുക്ക് ഉറപ്പാണ്. ആ ഒരു കമ്പനി കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫേമൊക്കെ. പക്ഷേ അതേസമയം നമ്മളിങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഇപ്പോൾ ഒരു അപ്പാരൽ ലൈൻ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഷൂവിൻ്റെ ബ്രാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതാരെങ്കിലും വാങ്ങുമെന്നോ അല്ലെങ്കിൽ ഇത് മര്യാദക്ക് നിൽക്കുമെന്നോ നമുക്ക് ഒരു ഉറപ്പില്ല. അൺസർട്ടൈൻ ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് പൈസ ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ ആകെ പൊളിയോന്നോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ജീവിതത്തിൽ എന്ത് ഗ്രേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അൺസർട്ടൈൻ ആയിട്ടുള്ള റിസ്ക്കുകൾ നമ്മൾ എടുക്കേണ്ടി വരും. നമുക്ക് ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നറിയാത്ത റിസ്ക്കുകൾ നമുക്ക് എടുക്കേണ്ടി വരും. പിന്നെ ഇന്ന് മനസ്സിലാവുന്ന വേറൊരു ലെസണാണ്, ഒരിക്കലും പൈസ ഇന്ന് മാക്സിമം ഇതിങ്ങോട്ട് ഊറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മളൊരു സാധനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡിസ്കറേജ് ആവും. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ക്വാളിറ്റിയിലുള്ള സംഭവങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഫില്ലിന് ഒരിക്കലും ഇതിൽ നിന്ന് മാക്സിമം പൈസ ഉണ്ടാക്കണം എന്നല്ലായിരുന്നു ഓൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ ഓനക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവം, ഓൻ്റെ മനസ്സിനെ കീഴടക്കിയ ഒരു ഐഡിയ. ആ ഒരു ഐഡിയ ഓനക്ക് വിജയിപ്പിക്കണം, ആ ഒരു ആഗ്രഹം എനിക്കുള്ളൂ. ഓൻ്റെ കമ്പനി വളരണം, കുറേ ആൾക്കാർ അത് ഓൻ്റെ ഷൂ ഇട്ടണം, അത് ഇട്ടുകൊണ്ട് ഓൻ കാണണം. ആ ഒരു ഐഡിയയാണ് ഓൻ്റെ തലൻ്റെ ഉള്ളിലുള്ളത്. അല്ലാതെ ഇതിൽ നിന്ന് മാക്സിമം പൈസ ഉണ്ടാക്കണം, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നല്ല. അപ്പോൾ ഞാൻ ആ ഒരു ബുക്ക് വായിച്ചപ്പോൾ നമ്മളെ ഫിൽ നൈറ്റിൻ്റെ തന്നെ ഒരു കോട്ട് ഞാൻ എഴുതിയെടുത്തിരുന്നു. ആ ഒരു സംഭവം ഞാൻ വായിച്ചുതരാം. വെൻ യു മേക്ക് സംതിങ്, when you improve something, when you add some new thing or service to the lives of strangers, making them happier or healthier or safer or better, and when you do it all crisply and efficiently, smartly, the way everything should be done, but so seldom is, you are participating more fully in the whole grand human drama. More than simply alive, you are helping others to live more fully, and if that is business, all right, കാൾ മീ എ ബിസിനസ് മാൻ. ഫിൽ നൈറ്റ്. ഇതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു കോട്ടാണ്. അതായത് ഒരിക്കലും ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ മാത്രം വെച്ചാണ്ട് കാണരുത്. ബാക്കിയുള്ളവരെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഓലെ ലൈഫിൽ നമുക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആക്ച്വലി ബിസിനസ് എന്നുള്ളത്. സ്റ്റീവ് ജോബ്സ് ഒരു ഇവൻറ്റിൽ നൈക്കിൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച്, നൈക്കിൻ്റെ വിഷനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. But the best example of all, and one of the greatest jobs of marketing in the universe has ever seen is Nike. Remember, Nike sells a commodity. They sell shoes. And yet, when you think of Nike, you feel something different than a shoe company. In their ads, as you know, they don't ever talk about the product. They don't ever tell you about their air soles and why they're better than Reebok's air soles. What does Nike do in their advertising? They honor great athletes and they honor great athletics. That's who they are. That's what they are about. Okay, അപ്പോൾ മനസ്സിലാക്കാം,
കുറച്ച് കാലം വർക്ക് ചെയ്തു എന്നിട്ട് റിസൾട്ട് കണ്ടിട്ടില്ല എന്ന് എഴുതി ഒരിക്കലും ഡിസ്കറേജ് ആവരുത്. നൈക്കി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ബ്രാൻഡ് ഇൻ ദ വേൾഡ്, സ്പോർട്സ് ബ്രാൻഡ് ഇൻ ദ വേൾഡ്, സ്റ്റാർട്ട് ചെയ്തത് ഒരു കാറിൻ്റെ ട്രങ്കിൽ വെച്ചാണ്ട് ഷൂ സെല്ല് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും നമ്മളൊരു വലിയൊരു സംഭവം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വലിയ സംഭവം ആവണം നിർബന്ധമല്ല. നമ്മൾ കുറേ കാലം ആ സെയിം സാധനം ചെയ്യുക, കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നിൽക്കുക, അതിൻ്റെ ഗ്രോത്തിന് വേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ എന്ന് പറഞ്ഞ സിനിമ കാണാം, അതേപോലെ നമ്മളെ ഷൂ ഡോഗ് എന്ന് പറഞ്ഞ ബുക്ക് വായിക്കാം. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ is helpful for you guys. See you in the next video.